ജമ്മുകശ്മീരിൽ മേഘവിസ്ഫോടനം. കുൽഗാമിൽ ഒരാൾ മരിച്ചു. ബന്ദിപ്പോര ജില്ലയിൽ മിന്നൽ പ്രളയമുണ്ടായി. മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ ഈ അതിശക്തമായ മഴ തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ ഇന്ന് രണ്ടിടങ്ങളിലായിട്ടാണ് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കുൽഗാമിൽ ഇന്ന് പുലർച്ചെയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. അതിൽ ഒരാൾ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയതായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതുമായാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബന്ദിപ്പോര ജില്ലയിലാണ് ഈ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായത്. അതിനെ തുടർന്ന് അവിടെ ഒരു മിന്നൽ പ്രളയ സാഹചര്യമാണ് നിലവിലുള്ളത്. പല ആളുകളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശം രണ്ട് ഇടങ്ങളിലും നൽകിയിട്ടുണ്ട്. അതായത് ഈ നദീതീരങ്ങളിലേക്ക് പോകരുത്, ആവശ്യഘട്ടങ്ങളിൽ മാത്രം വീടിന് പുറത്തിറങ്ങുക, അപകട സാധ്യത മേഖലയിലാണ് തുടരുന്നതെങ്കിൽ അവിടെ നിന്നും മാറി താമസിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ജാഗ്രതാ നിർദ്ദേശമായി ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിൽ മഴ തുടരുന്നുണ്ട്. ഡൽഹിയിലും ഈ ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് മഴ ഡൽഹിയിൽ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് മഴ തുടർന്നിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലമുള്ള ഗതാഗത കുരുക്കും പലയിടങ്ങളിലും അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ക്രിസ്റ്റിന, ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്.